അപകടഭീതിയൊഴിയാതെ കണ്ണൂർ കണ്ണോത്തുംചാൽ റോഡ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങൾ. കണ്ണടച്ച് കോർപ്പറേഷൻ. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും റോഡുകളിൽ ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ബന്ധപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കണ്ണൂർ കണ്ണോത്തുംചാൽ റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാവുന്നു. ധനലക്ഷ്മി ജംഗ്ഷൻ, ധനലക്ഷ്മി ഹോസ്പിറ്റൽ, ശ്രീനാരായണ സ്കൂൾ എന്നിവിടങ്ങൾക്ക് മുന്നിലായുള്ള റോഡ് പൂർണ്ണമായും കുണ്ടും കുഴിയും നിറഞ്ഞ് അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. മഴക്കാലത്തിനു ശേഷം രൂപപ്പെട്ട ഈ കുഴികൾ ദിനംപ്രതി വലുതാകുന്നത് ഇരുചക്ര വാഹനക്കാർക്കും കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾക്ക് നല്ല ആഴമുണ്ട്. ഇത് വാഹനയാത്രികരുടെ ജീവന് തന്നെ ആപത്താണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ധനലക്ഷ്മി ഹോസ്പിറ്റൽ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൽ തന്നെ നിരവധിയായ കുണ്ടും കുഴിയും എത്രയോ തവണ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഒരു അനക്കവും അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പം ഹോസ്പിറ്റൽ റോഡാണ്, നിരവധിയായ ആംബുലൻസുകൾ കടന്നു പോകുന്ന വഴിയാണ്. അതുപോലെ തന്നെ ഹൈവേ ബ്ലോക്കായി കഴിഞ്ഞാൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തൊട്ടപ്പുറത്തേക്ക് കണ്ണോത്തുംചാലിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വഴി കൂടിയാണിത്. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഒരു അനക്കവും ഇല്ലാത്ത ഒരു ഭരണകൂടമായി കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണകൂടം മാറുകയാണ്. അപ്പോൾ ഈ കോർപ്പറേഷൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം, തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ പരിശോധിച്ച് നോക്കുമ്പോൾ റോഡിൻ്റെ എല്ലാം അവസ്ഥ വലിയ നിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ ആ നിലയിലുള്ള ഒരു മാറ്റത്തിനും തയ്യാറാവുന്നില്ല എന്നതാണ് ഈ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവുന്നത്. സ്കൂളുകളും ആശുപത്രിയുമെല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ പ്രധാന പാതയിൽ അപകടങ്ങൾ പതിവാവുകയാണ്. അധികൃതരുടെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നഗരത്തിലെ പ്രധാന റോഡായിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താൻ കോർപ്പറേഷൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നും യാത്രക്കാർക്ക് പരാതിയുണ്ട്. റോഡിന്റെ തകർച്ചയ്ക്ക് പുറമെ പ്ലാസ്റ്റിക് മാലിന്യം റോഡരികിൽ വലിച്ചെറിഞ്ഞ നിലയിലുള്ള കാഴ്ചയും ഇവിടെ കാണാം. 2 ചാക്കുകളിലായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയെടുക്കാത്ത കോർപ്പറേഷൻ അധികൃതർ മാലിന്യം നീക്കം ചെയ്യുന്നതിലും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നു. ആശുപത്രിയിലേക്കും സ്കൂളുകളിലേക്കും നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. അപകടമുണ്ടാകുന്നതിനു മുൻപ് തന്നെ റോഡ് സഞ്ചാരയോഗ്യമാക്കാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും കോർപ്പറേഷൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം.